ഹായ് ഗൈസ്, ഞങ്ങൾ ഹൈദരാബാദിൽ ടൂർ പോകുകയാണ്. അപ്പോൾ ഞാൻ സംഗീതം പഠിച്ച സ്കൂളിൽ നിന്നാണ് ടൂർ പോകുന്നത്. അപ്പോൾ എല്ലാ കൊല്ലം മാഷ് ടൂർ പോകാൻ വേണ്ടിയിട്ട് വിളിക്കും. പക്ഷെ ഇതുവരെ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. അമ്പാടി കണ്ണനല്ല, അമ്പാടി കുഞ്ഞ് 1.5 വയസ്സേ ആയിട്ട് വന്നാലും നമുക്കൊരു പേടിയുണ്ട്. ഇവനെയും കൂട്ടിയിട്ട് പോകുമ്പോൾ 4 ദിവസത്തെ ടൂറാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ചെറുപുഴയ്ക്ക് പോകണം. 5:30 ആകുമ്പം ബസ് പുറപ്പെടുന്ന പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ പോയി ആടിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നത്. അങ്ങോട്ടന്നെ കണ്ട അവിടെ കുരുത്തക്കേടാന്ന് പോകണ്ട. അപ്പോൾ സേ നോക്കി എവിടെ പോന്നേ എവിടെ നമ്മൾ പോന്നേ? എന്നാ വാ, കാറിൽ കയറാലാ. കേറി അത് ഒന്നുകൂടെ എച്ചിച്ചി. അതല്ല എച്ചിച്ചി വാ. അന്ന് നമ്മൾ പോന്നേ അച്ചക്കാർക്ക് സംഭവങ്ങളാന്ന്. ഹലോ ഗൈസ്, കണ്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്ന പാക്കല്ലാന്ന്. ഇത് തുണികളും പല സാധനങ്ങളുണ്ട്. അപ്പോൾ കാറിൽ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാറ് ചെറുപുഴ വെച്ചിട്ട് വേണം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോവാൻ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരുത്തനാണ് നിൽക്കുന്നത്. ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഗൈസ്. നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ഗേറ്റ് നമ്മൾ അടച്ചിടണ്ടേ? 4 ദിവസത്തെ ടൂറല്ലേ. അമ്പു ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഞങ്ങൾ ടൂറിനെല്ലാം പോയിട്ട് സന്തോഷത്തോടെ പോയിട്ട് വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ യാത്രയാവുകയെന്ന് ഇനി പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഹൈദരാബാദിലെത്തിയിട്ട് കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ, അമ്പൂട്ടനെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. കണ്ണൻ ഗേറ്റ് അടയ്ക്കുന്ന ഗേറ്റ് അടച്ചിട്ട് പോകണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. 4 ദിവസത്തേക്ക് ഗേറ്റ് അടച്ചിട്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അമ്പൂട്ടൻ ഗേറ്റ് അടയ്ക്കില്ല. കണ്ണൻ ഗേറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ അമ്പൂട്ടനെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നൊരു പേടിയുണ്ട്. അമ്പൂട്ടൻ കുഴപ്പമാക്കുമെന്ന് ഇപ്പം തന്നെ അമ്പൂട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ഏട്ടനെ വിളിക്കുന്ന കേട്ടോ, ഏട്ടച്ചി നേട്ടാ. നമ്മൾ അമ്പൂട്ടൻ കണ്ണനെ വിളിക്കല്. എവിടെ പോന്ന് അമ്പൂട്ടാ? എവിടെ പോന്ന്? കാറിലെവിടെ പോന്ന്? കണ്ണനും കയറി ഗേറ്റ് അടച്ചിട്ട് അപ്പോൾ ബസ്സിൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോയ ശേഷമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം. ടാറ്റ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് യാത്ര ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അമ്പാടീനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിനി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് AC-ൻ്റെ ബുദ്ധിമുട്ടെല്ലാം ആയതുകൊണ്ട് എനിക്കൊരു ഛർദ്ദിക്കാൻ വരലും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിനി. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ തന്നെ ഒരു 8:30 ആ ഒരു ടൈം ആകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിനി ഗൈസ്. ഇലയിൽ പൊതിഞ്ഞിട്ട്. അന്ന് ഫസ്റ്റ് ടൈം ഫുഡ് ഉണ്ടാക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് കൊണ്ടുപോയിട്ട് എല്ലാവരും റോഡ് സൈഡിൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുക ചെയ്തത്. അപ്പോൾ അന്ന് വീഡിയോസ് എടുക്കാൻ പറ്റും. അതിൻ്റെ പിറ്റേ ദിവസം ഫ്രണ്ട്സ് കാണുന്നത്. അതെന്ത് സംഭവിച്ചാൽ നമ്മൾ ഒരു 10-10:30 തന്നെ ആയി. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. വണ്ടിയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടാണ് ഉള്ളത്. നമ്മൾ പുറത്തുനിന്ന് പിന്നെ ഫുഡ് വാങ്ങി കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവരിന്നെ പൂരിയും എന്താ പറയുക ബാജിക്കറിയെല്ലാം ആക്കി. അപ്പോൾ അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഹംപിയിലേക്കാണ് കഴിച്ച് പോകുന്നത്. കർണാടകയാണെന്ന് തോന്നുന്നു ഹംപി. നമ്മൾ പ്രത്യേകിച്ച് യാത്ര പോയി എന്ന് വിചാരിച്ച് നമ്മൾ ആരോടും ഇത് ഏത് സ്ഥലം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരാം. ഒരു ഗൈഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്കാണെങ്കിൽ കൂടെ ഒരു ഗൈഡിനെ കൂട്ടണമെങ്കിൽ തന്നെ അതിൻ്റെ ഭാഷ മനസ്സിലാവില്ല. പിന്നെ അതിൻ്റെ പൈസയും കാര്യങ്ങളും വേറെ തന്നെ അവർക്ക് കൊടുക്കുക വേണ്ടേ. അതുകൊണ്ട് നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി അങ്ങ് കയറി. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരാ ഇതെല്ലാം. അമ്പൂട്ടനോ ഏട്ടനാണ് ഫുൾ ടൈം എടുത്തത്. ഞാനും കുറച്ച് മേലെ എടുത്തു. പക്ഷേ എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഏട്ടൻ അധികം എൻ്റെ തന്നിട്ടില്ല. അപ്പോൾ കുരങ്ങന്മാരാണ് അധികം അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഏത് പ്രതിഷ്ഠ, എന്താണ്, ആരുടെ ക്ഷേത്രമാണ് ഇതൊന്നും അറിയില്ല. ഒരു ഹംപി വലിയൊരു കൊട്ടാരം പോലെ ഉണ്ട്. പുരാതനമായ എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ളൊരു കൊട്ടാരം. പണ്ടത്തെ കാലഘട്ടത്തിലെ വൈദിക കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു കൊട്ടാരം കാണാൻ വളരെ മനോഹരമല്ലേ ഗൈസ്. നമുക്കിപ്പോഴുള്ള ആർക്കും ഇതുപോലൊരു കൊട്ടാരമൊന്നും നിർമ്മിക്കാൻ പറ്റൂല. കാരണം നമ്മളെ ചരിത്രം തന്നെ ഇത് നല്ലൊരു എന്താ പറയുക കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച അടിപൊളി ആ ഒരു കൊട്ടാരം. അപ്പോൾ ഈ കൊട്ടാരത്തിനുള്ളിൽ ഫുള്ള് കുരങ്ങുള്ളത്. എന്തൊരു ഭംഗിയാണല്ലേ ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പൂജകളും മറ്റും നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓരോരോ ഉപാസന മൂർത്തികളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ഫുൾ ടൈം കുരങ്ങിനെ തന്നെ കാണുന്നത്. കുരങ്ങിന് ഫുഡും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ. പഴവും അതുപോലെ അരി അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ലൊരു ഭംഗിയുള്ള ഓരോ കോട്ടകളും കാര്യങ്ങളും. പണ്ടത്തെ ആ രാജകൊട്ടാരാന്ന് തോന്നുന്നു. രാജകൊട്ടാരത്തിൻ്റെതായ എല്ലാ ഒരിതും കാണുന്നുണ്ട്. പണ്ടവർ വെള്ളം
പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി വലിയൊരു ഭരണി പോലെ ആക്കിയ ഒരു വലിയ സംഭവമൊക്കെ ഉണ്ട് അവിടെ കാണുന്നത്. അതെല്ലാം കാണുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ച് പോകുന്നു. രാജകൊട്ടാരത്തിലോ രാജാക്കന്മാരെയോ ഒന്നും നമ്മൾ കണ്ടിട്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ കൺമുന്നിൽ അവരെ ജീവിതകാലം അവരെങ്ങനെ ജീവിച്ചു, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോകുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് അതിനെ മനസ്സിലാവുള്ളൂ. കൂടെ ഒരു അറിയുന്ന ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്കിന് അങ്ങനെയൊന്നും ആരുമില്ല. നമുക്കിത് ഊഹിച്ചെടുക്കാത്ര തന്നെ, വേറെ വഴിയില്ല. അപ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ ഭയങ്കര ചൂടാണ് ഗൈസ്. ഭയങ്കര വെയിലുള്ള സമയത്തായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു മുഖത്തൊക്കെ ക്ഷീണം അല്ലാണ്ട് ഈ ചൂട് കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു പ്രതിഷ്ഠ ഗൈസ്. അപ്പോൾ നാഗത്തിൻ്റെതായി കാണുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഏതാ പ്രതിഷ്ഠ എന്നൊരു ഐഡിയ ഇല്ല. ഇത് നന്ദികേശ്, അതിൻ്റെ മുമ്പിൽ ഏതാ പ്രതിഷ്ഠ എന്നൊരു ഐഡിയ ഇല്ല. ശിവൻ്റെ ആണോ ഒന്നും അറിയില്ല. അപ്പോൾ ഏട്ടനും അമ്പൂട്ടനും അവിടുന്നൊരു ഫോട്ടോ എടുത്തു. ഉള്ളിലേക്കൊരു ഗുഹ പോലെയാണ് പോകേണ്ടത്. പണ്ടത്തെ ആ ഒരു കാലമല്ലേ, എന്തൊരു ഭംഗിയാണല്ലേ. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ദേവീൻ്റെ, എനിക്കത് കണ്ടിട്ട് തോന്നി ദേവിയാണെന്ന്. ദേവീൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുരങ്ങ്, അപ്പോൾ കുരങ്ങിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളെല്ലാം നാട്ടിലാണെങ്കിൽ ഒരു കുരങ്ങിൻ്റെ അടുത്ത് പോവുക, പേടി. കുരങ്ങന്മാർ അങ്ങോട്ട് മനുഷ്യനെ കണ്ട് ഓടും. പക്ഷേ ഒരു ആന അതുണ്ട് വരുന്നുണ്ട്. ആനേൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ആനയും കൊണ്ട് അവർ പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആനയാന്ന് തോന്നുന്നു. അപ്പോൾ ഈ കൊട്ടാരം കാണുമ്പോൾ തന്നെ ആകാശത്തോളം വലിപ്പമുള്ള കൊട്ടാരം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അത്ര ഭംഗിയുള്ളൊരു കൊട്ടാരം. അതിൻ്റെ ഉള്ളിൽ വലിയൊരു കുളമെല്ലാം ഉണ്ട്. അപ്പോൾ പണ്ടത്തെ ഋഷിവര്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ വെയിലാണ് ഗൈസ്. വെയിലായതുകൊണ്ട് നമുക്ക് സഹിക്കുന്നില്ല. അമ്പൂട്ടനാണെങ്കിൽ വെയിൽ ഫുള്ള് കൊള്ളുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അമ്പൂട്ടനില്ല. അമ്പൂട്ടനാണെങ്കിൽ നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം എല്ലാവരെയും കണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒരു അടുക്കളയിൽ 4 ചുവരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പം നമ്മളിതുപോലെയുള്ള യാത്രകളെല്ലാം ചെയ്യുമ്പോഴേ നമുക്കൊരു റിലാക്സിങ് കിട്ടുള്ളൂ. നമ്മൾ വെറുതെ പണം പോവും, പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ആ വീട്ടിലിരിക്കലേ ഇല്ലൂ. നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ അവസാന കാലം വരെ ഇരുന്ന് മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഇതുപോലുള്ള യാത്രകളെല്ലാം ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ പൈസേൻ്റെ കാര്യം പറയാതെ നമുക്കിപ്പം ഓരോരാളെല്ലാം കാണുന്നില്ലേ, പണം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ലോൺ എടുത്തിട്ട് മറ്റും പോകും. അപ്പം പറയും ലോൺ എടുത്തിട്ട് ടൂറിന് പോകേണ്ട ആവശ്യമുണ്ടോ. പണം ഇന്ന് പോകുന്ന നാളെ വരുന്നൊരു സംഭവമാണ്. നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും പണിയെടുക്കാനുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് പണം ഇന്ന് തന്നെ നമുക്ക് വിചാരിക്കുന്ന പണം നമ്മളെ കയ്യിൽ വരും. അപ്പം അങ്ങനെ തന്നെ. അപ്പം പണം ഒരു പ്രശ്നമൊന്നുമല്ല. പണം ഉണ്ടാക്കുക, വേഗം പണം വിചാരിച്ച് പണം നമുക്ക് 1 ലക്ഷം രൂപ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ടൂർ പോകാനൊന്നും പറ്റില്ല. കയ്യിൽ പണം വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ആരോടെങ്കിലും യാത്രയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കാശ്മീരിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നില്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു. ഈ വെയിലായതുകൊണ്ട് അത് കേസ് ആകെ ഒരു ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് എൻ്റെ ഒരു സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവായ സ്കിന്നാണ്. ഒരാളുടെ സ്കിന്ന് എത്ര വെയിലുണ്ടായാലും ഒരു കറുപ്പടിക്കുമല്ലോ. പക്ഷെ നമ്മളെ സ്കിൻ വേഗം കറുപ്പടിച്ചിട്ട് ഒരു മുഖമെല്ലാം എന്തോ ഒരു തരിതരി പോലെയൊക്കെ മൂക്കിൻ്റെ ഇടയ്ക്കലൊക്കെ തോന്നും. ഞാനാണെങ്കിൽ ഒരു സൺസ്ക്രീനോ ഒന്നും മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഹംപിയിൽ കഴിഞ്ഞ ശേഷം നമ്മൾ വേറൊരു കോട്ടയിലേക്കും കൂടെ പോയിനി. ആ കോട്ടേൻ്റെ പേര് എനിക്ക് അത്ര ഐഡിയ ഇല്ല. അണ്ണാറക്കണ്ണന്മാരൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാം നാട്ടിലെ അണ്ണാറക്കണ്ണനെ കാണാൻ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് അങ്ങ് എത്തിയിട്ടുണ്ടാവും, അടുത്തൊന്നും ഉണ്ടാവില്ല. മനുഷ്യനെ പേടിച്ചിട്ടാണ്. കേരളത്തിലുള്ള മനുഷ്യന്മാർ പൊതുവെ ഉപദ്രവകാരികളാണ്. എന്ന് വെച്ചാൽ മൃഗങ്ങളെ കണ്ട് അന്നേരം അവർ ചാക്കിലാക്കിയിട്ടും മറ്റും അവരെടുക്കും. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള പുറം രാജ്യക്കാർ മൃഗങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർ മനുഷ്യരുമായിട്ട് ഇണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ഏട്ടൻ കൊടുക്കുമ്പോൾ കണ്ട് അടുത്ത് വന്ന് വാങ്ങിയിട്ട് പോകുന്നത് നല്ല ഭംഗിയില്ല അണ്ണാറക്കണ്ണന്മാരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. പന്നിയെല്ലാം ഞാൻ കണ്ടിന്. നമ്മൾ വരുന്ന വഴി പന്നിയെല്ലാം കാട്ടുപന്നിയെല്ലാം റോട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. റോഡിൻ്റെ ഓരം ചേർന്നിട്ട്. നമ്മളെല്ലാം നാട്ടിൽ അങ്ങനെ വരുക. നമ്മളെ നാട്ടിൽ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് പാത്രത്തിലാവും ഈ പന്നി. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെയുള്ള മനുഷ്യന്മാർ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാത്തവരായതുകൊണ്ട് മൃഗങ്ങളും മനുഷ്യരും നല്ല ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു വണ്ടിയിലാട്ടോ ഗൈസ് യാത്ര പോകുന്നത്. ആ വണ്ടിയിൽ നമ്മൾ ആ ഭാഗമെല്ലാം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖം ഇങ്ങനെ എന്താ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. വെയിൽ കൊണ്ടിട്ട് നേരെ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി വെയിലാണ്. അമ്പൂട്ടനെയും കൊണ്ട് ഏട്ടൻ പാവം ഇങ്ങനെ എടുത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനാണെങ്കിൽ കുറേയെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ ഏട്ടൻ എൻ്റെ കയ്യിൽ തരുന്നില്ല. എനിക്ക് ക്ഷീണാവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ വർഷവും മാഷ് നമ്മളെ ഞാൻ 8 വർഷം സംഗീതം പഠിച്ചിന് ഗൈസ്. ഭയങ്കര പാട്ടുകാരിയൊന്നും അല്ല, എന്നാൽ കുറച്ച് പാടും, അത്രയേ ഉള്ളൂ. അപ്പോൾ പാട്ട് പാടാൻ നിൽക്കുന്ന മാഷ് എല്ലാ കൊല്ലം എന്നെ വിളിക്കുക, ടൂറ് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഈ വർഷം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ അമ്പൂട്ടന് 1.5 വയസ്സേ ആയിട്ടുള്ള എന്നൊരു വിഷമം എനിക്ക് ഉണ്ടായിന്. എന്ന് വെച്ച് ഞാനും വിചാരിച്ചു. മാഷ് പറഞ്ഞു നമ്മളെല്ലാവരും ഇല്ലേ, നാട്ടുകാരും കൂട്ടുകാരായിട്ട് എല്ലാവരും ഇല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, നീ ധൈര്യമായിട്ട് പോരേന്ന് പറഞ്ഞതുകൊണ്ട് മാഷിൻ്റെ കൂടെ ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. വെച്ചാൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് നമ്മളായി വിചാരിച്ച് നമ്മൾ ഒറ്റയ്ക്കൊന്നും പോകില്ല ഗൈസ് എന്തായാലും.
അപ്പോൾ എതിരെ ഒരു വണ്ടി കണ്ടോ, നമ്മൾ പോയ വണ്ടിയുടെ ബേക്കിൽ വേറെ ആൾക്കാരെ കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതത് വേറൊരു കൊട്ടാരം, വലിയ കൊട്ടാരമല്ല ഗൈസ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കൊട്ടാരമല്ല. ആ കൊട്ടാരത്തിന് മുമ്പിൽ അടിപൊളി ചെമ്പകമരോ, പണ്ടത്തെ രാജ്ഞിമാരും രാജാക്കന്മാരൊക്കെ അത് നമുക്ക് മനസ്സിൽ കണ്ടു പോകുന്നു ഗൈസ്. നമുക്ക് അവരെ അറിയില്ലെങ്കിൽ മനസ്സിൽ കണ്ടു പോകുന്നു ആ ഒരു കൊട്ടാരം, അവരുടെ ജീവിത രീതിയും. ഇഷ്ടംപോലെ കുതിരകളും രഥങ്ങളൊക്കെ ആയി, പടന്മാരൊക്കെ ആയി, രാജകൊട്ടാരത്തിൽ രാജാവ് ഇരുന്നതും ഒക്കെ നമുക്ക് ഓർത്തു പോകുന്നു. അത്ര ഭംഗിയില്ല ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചെന്ന് അറിയാം, നമ്മളുടെ നാട്ടിൽ കുറേ ആൾ വിചാരിക്കും ഈ ടൂറിനെല്ലാം പോകുമ്പോൾ ചിലർക്ക് ഭയങ്കര അസൂയാണ്, ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും, നല്ല അവർ പോയിട്ട് വരട്ടെ നല്ലതല്ലേ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ചിലർക്ക് ഭയങ്കര അസൂയായിരിക്കും. എന്ന് വെച്ചാലുണ്ടല്ലോ, അവർ യാത്ര പോകുകയും ചെയ്യില്ല, യാത്രയോട്ട് പോകുന്നവരോട് അസൂയയും ഇഷ്ടക്കേടും ആയിരിക്കും. ഒരിക്കലും നമ്മളൊരാൾ യാത്ര പോകുമ്പോൾ അതിന് അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. യാത്ര പോകുന്നവർ പോയിട്ട്, നമുക്ക് പോകാൻ പറ്റാത്തവർക്ക് അവർ പോകട്ടെ എന്ന് അവർ വിചാരിക്കുക വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് കൊട്ടാരെല്ലാം കണ്ട് ബസ്സിലേക്ക് എത്തി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്പൂട്ടനും ഒരു കുഞ്ഞേച്ചിനെയും കിട്ടി, കൂട്ടിന് ഒരു ഏട്ടനെയും കിട്ടി. അപ്പോൾ ഇതെല്ലാം കണ്ണൻ്റെ കൂട്ടുകാരായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ അമ്പൂട്ടനെല്ലാം സന്തോഷം കണ്ടില്ല, ഡാൻസ് കളിക്കുക, ഇതൊക്കെയല്ലേ നമ്മളെ സന്തോഷം. നമ്മളെ മക്കളെയും കൂട്ടി നമ്മൾ പുറത്തെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്, അവർക്കും മനസ്സിനൊരു സന്തോഷമാണ്. ഏത് സമയം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, കഷ്ടപ്പാട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പളപള മിന്നുന്ന ഡ്രസ്സും പളപള മിന്നുന്ന സ്വർണ്ണമൊക്കെ ഇട്ട് നമ്മൾ ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ ഇതുപോലെ വലിയ യാത്രകളെല്ലാം ചെയ്താൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഉന്മേഷം കിട്ടും. അറിയാത്ത രാജ്യങ്ങളും നാടുകളും ആ മനുഷ്യന്മാരെ അവരുടെ ഭാഷകളൊക്കെ കേട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ മനസ്സ് ഒരുപാട് മാറും. അത് എൻ്റെ ഒരു അനുഭവമാണ്. ഈ യാത്ര പോയവർക്കും അത് നല്ലോണം അറിയാം. അപ്പോൾ യാത്ര ഒരിക്കലും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർ പൈസ പ്രശ്നമാണ്, പൈസ ഇല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, തീരെ പൈസ ഇല്ലാതെ ഒരു രക്ഷയില്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആര് പൈസ കൊടുക്കാനോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, റൂമിലെത്തി. ആദ്യത്തെ ദിവസം നമ്മൾ ബസ്സിൽ തന്നെയായിരുന്നു, പിറ്റേ ദിവസം നമ്മൾ റൂമിലെത്തി. കൊട്ടാരമെല്ലാം കണ്ട് നല്ല അടിപൊളി റൂമായിരുന്നു, AC റൂമെല്ലാം ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സുഖം തോന്നി. അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങി, രാവിലെ എണീച്ച ശേഷം നമ്മളെ റൂമിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ വലിയൊരു ബിൽഡിങ്, അതിൻ്റെ ഉള്ളിൽ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടെ വന്നവർ തന്നെ 2 ഏട്ടന്മാർ വന്ന്, അവരുണ്ട്, ഡ്രൈവറും വേറെ 2 ഏട്ടന്മാരാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും കടലക്കറിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഈ ഒരു ഹൈദരാബാദിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും എന്തൊരു ഭംഗിയാണ്, ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. മെട്രോ പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് രാവിലെ നമ്മൾ ചായയെല്ലാം കുടിച്ച് അമ്പൂട്ടനും കൊടുത്ത് ഏട്ടനും കഴിച്ചു. നമ്മളെ കൂടെ വന്നവരെല്ലാവരും ആദ്യം നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഈശ്വര നമ്മളെ കൂടെ വന്നവർ പരിചയമൊന്നും ഇല്ലല്ലോ ഈശ്വര, അതാ മെട്രോ പോകുന്നതുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിന്, ഈശ്വര നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ 8 വർഷം പഠിച്ചതായാലും നമ്മൾ പഠിച്ച ഭാഷയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ, ഒരുപാട് ആളും അറിയാത്തവരും. പിന്നെ ഒരു ദിവസം അത് ശരിയായി, പിറ്റേ ദിവസം എല്ലാവരും മിണ്ടാൻ തുടങ്ങി. ചിലരുമായിട്ടും മിണ്ടാൻ തുടങ്ങി, ചിലരുമായിട്ടും അടുത്തിട്ടില്ല. അവസാനം വരെ നമ്മൾ അടുത്തിട്ടില്ല, കാരണം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. 10 ആൾക്കാരും 10 സ്വഭാവമല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഗോൽഗൊണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ, എൻ്റെ പേര് മാറിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു കോട്ടയുണ്ട്, മക്ക മസ്ജിദാണ്, വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു. എല്ലാവർക്കും തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തൊപ്പി വാങ്ങിയിട്ടാ, എനിക്ക് തൊപ്പി ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടാ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നൊരു കുട വാങ്ങി. കുടയൊന്നും ഇല്ല നമുക്ക് പോകാൻ പറ്റില്ല, അതും നട്ടുച്ച വെയിലത്താണ് ഗൈസ്. അതിൻ്റെ നമ്മൾ ഹമ്പിയിൽ പോയ സമയത്ത് നട്ടുച്ചക്ക പോയി, ഇപ്പവും നട്ടുച്ചക്ക. ഈ നട്ടുച്ച സമയത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു 4 മണിയല്ലേ ടൈമെല്ലാം പോകുന്നെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആ വെയിലിന് നമുക്ക് അത്ര കാഠിന്യം ഉണ്ടാവില്ല. ഈ വെയിൽ എന്നാണെന്നറിയില്ല, നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുന്നത് നട്ടുച്ചക്കായി പോകുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു കൊട്ടാരമെല്ലാം കണ്ടിറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളെ കാര്യം പോക്കായിരിക്കണം അമ്മാതിരി. പക്ഷേ ഈ കൊട്ടാരം ആസ്വദിക്കണമെങ്കിൽ ഒരു വെയിലൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പറ്റും. നമ്മളെ കൂടെ വന്നിട്ടാണ്, പ്രായമില്ലവരെല്ലാം ഉണ്ട്. അപ്പോൾ എത്ര പ്രായമായാലും നമ്മൾ പ്രായം നമ്മളെ തളർത്താൻ പാടില്ല. നമ്മൾ എല്ലായിടത്തും യാത്ര പോകണം ഗൈസ്. നമുക്ക് പറ്റുന്നതല്ല, ഒരുപാട് ദൂരെല്ലാം പോകാൻ പറ്റാത്തവരുണ്ട്, അവരൊന്നും പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലും അങ്ങനെ എല്ലാവരും പോകണം. എല്ലാവർക്കും പോയി നമ്മളെ ജീവിതം സന്തോഷപ്രദമാക്കണം. ജീവിതം ഒന്നേ ഇല്ലൂ, നമ്മൾ എപ്പോഴാണ് നമ്മളെ ജീവിതം തീരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന ജീവിതമേ ഇല്ലൂ. നാളെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളുണ്ടാവും ഒന്നൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. നമ്മൾ ജീവിച്ച് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതുപോലെ യാത്രകളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുക. അപ്പോൾ ഈ കൊട്ടാരം കണ്ട മക്ക മസ്ജിദ്, അപ്പോൾ വലിയൊരു കൊട്ടാരമാണ്. ഈ ഏരിയനെ നമുക്ക് കണ്ടു മടങ്ങണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വെയിലാകുമ്പോഴത്തേക്ക് ശരിക്കും ക്ഷീണിച്ചു ഗൈസ്, വല്ലാത്ത ഓരോരോ ആളും ഓരോ ഭാഗത്തായിപ്പോയി. നമ്മളെല്ലാം ലാസ്റ്റ് എവിടെയല്ലോ ആയിപ്പോയി. ലാസ്റ്റ് നമ്മളെല്ലാവരും ഒന്നിക്കുകയും ചെയ്തു.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈദരാബാദിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് മെയിനായിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ബാഹുബലിയൊക്കെ എല്ലാ സിനിമകളും നടന്ന സ്ഥലം തന്നെയല്ലേ ഇത് രാമോജി ഫിലിം സിറ്റിയിൽ. ശരിക്കും ബാഹുബലിയോട് കൂടിയല്ലേ ആ ഒരു ഫിലിം സിറ്റി നമ്മൾ ഫേമസ് ആയി മാറിയത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഹൈദരാബാദിൽ വേറൊരു കൊട്ടാരത്തിലേക്ക് പോയി. ആ കൊട്ടാരത്തിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അമ്പൂട്ടന് കുറച്ച് വാശിയും കരച്ചിലും ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പോൾ മാഷോറിന് എല്ലാവർക്കും ഒരു പർച്ചേസിങ് ടൈമിന് തന്നു. കുറച്ച് എന്തെല്ലാം വാങ്ങാനുണ്ട് ആർക്കെങ്കിലും അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം അരമണിക്കൂർ തന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. ഭയങ്കര പൈസയാണ്. നല്ലോണം ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ അവർ കുറച്ച് തരും. ഏട്ടന് കുറച്ചെല്ലാം ഹിന്ദി അറിയുന്നതുകൊണ്ട് കുറച്ച് ഒരു 50, 100 കുറച്ച് തന്നിന്. കമ്മലും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. നമ്മളെല്ലാം നാട്ടിൽ അതേപോലത്തെ കമ്മൽ തന്നെ, അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് വല്ല തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ചന്ത കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ കൊട്ടാര ഗൈസ് അവർ പണ്ട് ഉപയോഗിച്ച മ്യൂസിയമാണ് കേട്ടോ. പണ്ട് ഉപയോഗിച്ച വാളും കാര്യങ്ങളും അതുപോലെ പാത്രങ്ങളൊക്കെ ഉള്ളൊരു കൊട്ടാരം. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ മോക്കൊരു ഉടുപ്പ് വാങ്ങി, അതുപോലെ അനിയത്തിൻ്റെ മോനൊരു ചെറിയൊരു കളിപ്പാട്ടം വാങ്ങി. എൻ്റെ അമ്പൂട്ടന് പിന്നെ എന്താ പറയുക അതുപോലത്തെ ഒരു കളിപ്പാട്ടം അമ്പൂട്ടനും വാങ്ങി. കണ്ണനൊരു ലേസറും വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ അന്ന് ഫുഡിൻ്റെ ഐറ്റംസ് കാണുന്നത് ഒരു എന്താ പറയുക ചിക്കൻ പൊരിച്ചിട്ട് അതിലെന്തോ മുക്കി ഇറുക്കിൽ കുത്തി വെച്ചിട്ടൊരു സംഭവം കണ്ടു. അത് വാങ്ങി 3 എണ്ണം. അമ്പൂട്ടനും ഏട്ടനും എനിക്കും നമുക്ക് 3 അത് ഞാൻ കഴിച്ച് നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒലിവ് ഓയിലാണെന്ന് തോന്നുന്നു കഴിച്ച് അത് ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണ ഓയിലിൻ്റെ അതൊരു ടേസ്റ്റ് ഒന്നുമല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഈ ഹൈദരാബാദിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് ആദ്യം മടിയുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ബാത്റൂമും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നല്ല വൃത്തിയും മനോഹരമുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വാങ്ങി കഴിച്ചു. അതിനുശേഷം ഇതിൻ്റെ പൊറോട്ടയോ ഒന്നും മനസ്സിലാവും, ചപ്പാത്തിയോ അതിൽ ചിക്കൻ ഇങ്ങനെ എന്താ പറയുക വറവ് പോലെ ആക്കി പോലെയോ എന്തോ ഒരു മോഡൽ അതിങ്ങനെ നിറച്ചിട്ടുണ്ട്. അതിനെ കഴിച്ചു. ഞാൻ നോക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക മയോണീസ് എനിക്ക് ഇഷ്ടമല്ല. അന്നേരം കണ്ണൻ പറഞ്ഞു മയോണീസ് കുഴപ്പമൊന്നുമില്ല അമ്മേ അത് കഴിച്ചോ പറഞ്ഞ് ഞാൻ കഴിച്ചു. ഫസ്റ്റത്തെ ചിക്കൻ്റെ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു ഏട്ടൻ കഴിക്കുന്നു. അങ്ങനെ അതും കഴിച്ചു. നമ്മൾ ലേസർ ഷോ കാണാനൊന്ന് പിന്നെ പോയിനി. ഹൈദരാബാദിൽ തന്നെ ലേസർ ഷോ 7 മണിയാകുമ്പോൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ടോയ്ലറ്റിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് അമ്പൂട്ടനെയും കൂട്ടി നമ്മൾ ടോയ്ലറ്റിൽ പോയി. പക്ഷേ അമ്പൂട്ടൻ ടോയ്ലറ്റിൽ പോയിട്ടില്ല. അത് ആകെ ഒരു ടെൻഷൻ. നമുക്ക് ടൂർ വരുമ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈശ്വര ടോയ്ലറ്റിൽ അമ്പൂട്ടന് പ്രശ്നമാവോ. പക്ഷേ പോയിട്ടാ പ്രശ്നമൊന്നും ഉണ്ടായി. പക്ഷേ അവൻ ടോയ്ലറ്റിൽ പോയിട്ടാ. അപ്പോൾ ലേസർ ഷോ തുടങ്ങി ഗൈസ്. അപ്പോൾ നല്ല സൂപ്പർ സംഭവം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ലേസർ ഷോ എല്ലാം കാണുന്നത് തന്നെ. ആദ്യമായിട്ടായിട്ട് ഇത്രയും ദൂരമെല്ലാം ടൂർ വരുന്നത്. ആദ്യം ടൂർ പോലുണ്ട്, എല്ലാ കൊല്ലമായിട്ട് പോലുണ്ട്, ആദ്യമായിട്ടെല്ലാം പോലുണ്ട്. പക്ഷേ ഇത്രയും ദൂരം ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ലേസർ ഷോ കാണുന്നതിൻ്റെ സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാം നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ടൂർ പോകുന്നത് ഭയങ്കര ഒരു ഇഷ്ടക്കേടും ദേഷ്യവും കാര്യങ്ങളെല്ലാം. ഇവർ ടൂർ പോകുന്നത് അങ്ങനെയാണ്, ഇവർ ആനന്ദിക്കുന്നത്. ചിലർ സന്തോഷിക്കുന്നത് യാത്ര പോകുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ ചിലർക്ക് അവർ സന്തോഷിക്കട്ടെ, അവർ യാത്ര പോകട്ടെ, നല്ല കാര്യത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുപാടും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കാം നമുക്ക്. നമ്മളെ അസൂയയോട് നോക്കി കാണുന്നവരോട് കൂടെ നമുക്ക് നിൽക്കണ്ട. അവരെത്ര പറഞ്ഞാലും അവർ പിന്തിരിയില്ല. അപ്പോൾ യാത്ര മനുഷ്യന്മാർ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് കരുതുന്നു വിചാരിച്ചിട്ട് നമ്മൾ എവിടെയും പോകാതെ നിന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും. നമുക്ക് സംസാരിക്കാൻ പഠിക്കുക, നമ്മൾ നല്ലോണം സംസാരിക്കാൻ പഠിക്കുക. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും മൂലം പാവങ്ങളായിട്ട് നിന്നാൽ അവരെ മുമ്പിൽ നമുക്ക് എപ്പോഴും നല്ല സ്നേഹം കിട്ടുന്നു. എൻ്റെ ഒരു അനുഭവം കൊണ്ട് കേസ് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ പാവങ്ങളായി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വഭാവം നമ്മളോട് കലിപ്പിൽ സംസാരിക്കുന്നവരോട് നമ്മൾ നല്ല കലിപ്പിൽ തന്നെ സംസാരിക്കുക. എൻ്റെ ഒരു അഭിപ്രായം. ഒരാൾ പറയില്ലേ നമ്മൾ ഇങ്ങോട്ട് കലിപ്പിൽ സംസാരിക്കുന്നവരോട് നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ച് അവർ നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഒരിക്കലുമില്ല കേസ്. എൻ്റെ അനുഭവം പറയുന്നതാണ്. നമ്മൾ ഇങ്ങോട്ട് നമ്മളോട് കലിപ്പിൽ സംസാരിച്ചാൽ നമ്മൾ അങ്ങോട്ട് കലിപ്പിൽ തന്നെ പെരുമാറും. നമ്മൾ ഇങ്ങോട്ട് കണ്ണൂരിൽ നോക്കും, നമ്മൾ അങ്ങോട്ട് 2 കണ്ണൂരിട്ട് കാണിച്ചാലേ നമ്മളോട് അവർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ ഗൈസ്. എൻ്റെ അഭിപ്രായം മാത്രമേ ഇത്. എൻ്റെ ഇത് തെറ്റായ അഭിപ്രായമാണെങ്കിൽ എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ലേസർ ഷോ കാണാൻ നല്ലൊരു ഭംഗിയില്ല. ഇപ്പോൾ ഈ ലേസർ ഷോ കണ്ട് കുറച്ച് കഴിഞ്ഞ പാടെ അമ്പൂട്ടൻ പറഞ്ഞു വീണ്ടും ടോയ്ലറ്റിൽ പോകണം. അപ്പോഴത്തേക്കും നമുക്ക് ആദ്യമായി. കാരണം നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കിത് ആസ്വദിക്കാനൊന്നും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അമ്പൂട്ടൻ ഈ പ്രശ്നം പറയുന്നതുകൊണ്ട് നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ ബാക്കി എല്ലാവരും നല്ല ആസ്വദിച്ചിരിക്കുന്നു. കാരണം ആർക്കും അത്ര ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസാനം നമ്മൾ വേഗം അത് പകുതിയാക്കിയിട്ട് വേഗം പോയി. ഇത് കണ്ടോ ഗൈസ്, ഇതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹൈദരാബാദ് സിറ്റിയിലെ മൊത്തം ആൾക്കാരെയും അതിലൂടെ കാണുന്ന ലെൻസ്, വണ്ടിയിൽ പോകുന്ന ആൾക്കാർ മൊത്തം. അപ്പോൾ ഇതാ ഒരു സെക്രട്ടേറിയറ്റ് ആണ്, അവിടെയുള്ള സെക്രട്ടേറിയറ്റ് വലിയ. പിറ്റേ ദിവസം നമ്മൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി നമ്മൾ
രാമോജി ഫിലിം സിറ്റിയിൽ എത്തിയതാണ് ഗൈസ് കാണുന്നത്. കുറേ വീഡിയോസ് കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുക ചെയ്യുന്നത് രാമോജി ഫിലിം സിറ്റിയിൽ ടിക്കറ്റ് എടുത്ത് നമ്മളെ ആ ഒരു ഡ്രസ്സിൻ്റെ അടുത്ത് അവരുടേതായ ഒരു ടിക്കറ്റ് അവർ ഒട്ടിച്ച് തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടോ ആ ഒരു ടിക്കറ്റാണ് ഇത് കാണുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ അവർക്ക് മനസ്സിലാവാനായിട്ട് മൊത്തം ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, ഇപ്പോൾ കാശ്മീരിലെല്ലാം കാണുന്നില്ലേ ടൂറിസ്റ്റുകളെല്ലാം മരിച്ച്. അപ്പോൾ നമ്മൾ വേഗം കാര്യങ്ങൾ ഞാനിപ്പം നമ്മൾ പോയടക്കെല്ലാം ക്യൂ നിന്നിടക്കെല്ലാം നമ്മൾ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് വെള്ളമെല്ലാം കൊണ്ടുപോയി ഒരു ബാഗ് കരുതിന്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ബാഗൊന്നും എടുക്കാൻ പാടില്ലല്ലോ. ഈ ഫിലിം സിറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കും ബാഗ് പാടില്ല, ഭക്ഷണ സാധനങ്ങൾ പാടില്ല. മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ എന്ന് വെച്ചാൽ ബാഗും കാര്യങ്ങളെല്ലാം എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടായിട്ടാ. പക്ഷേ ഇങ്ങോട്ട് പറ്റൂല എന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാരല്ലേ വന്നാൽ കൊണ്ടുപോകുന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫിലിം സിറ്റിയിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ രാമോജി ഫിലിം സിറ്റി എഴുതിയൊരു ബസ്സുണ്ട്, കുഞ്ഞു മോഡൽ ബസ്. അതിൽ കയറ്റിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്ക് അവർ പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളെ ആ ഒരു ഡ്രൈവർ നല്ലൊരു നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഓരോ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിനി. അത്ര ഒരു ഭംഗിയിലൊരു ഏരിയ എന്നല്ലേ, അവിടെ ഒരു വൃന്ദാവനം പോലെയുണ്ട് ആ ഒരു ഭാഗം. എങ്ങനെ അവരത് ഉണ്ടാക്കി സൃഷ്ടിച്ചെടുത്തോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത്ര ഭംഗിയില്ല ഒരു സ്ഥലം. ഞാനിപ്പം ഭയങ്കര സ്പീഡാക്കി കാണിക്കുന്ന കേസ് നമ്മളിത് ഒരുപാടുണ്ട് ഇത്, അതുകൊണ്ട് നമുക്കിത് മൊത്തം ഭയങ്കര ഇതിനെ വേഗതയില്ലാതെ കാണിച്ച് ശരിയാവില്ല, എല്ലാവർക്കും ഒരു വെറുപ്പ് വരും കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ആ ഫിലിം സിറ്റി. അപ്പോൾ ഈ ഫിലിം സിറ്റിയിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എത്രത്തോളം നല്ലതാണെന്ന്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹൈദരാബാദിൽ രാമോജി ഫിലിം സിറ്റിയിൽ പോകണം കേസ്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ടൂറ് പോയി എന്ന് പറയുന്നതിനേക്കാളും എത്രയോ അതിൽ അത്ഭുതം തോന്നുന്നത് അപ്പോൾ ടൂറ് പോയി എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് ഈ രാമോജി ഫിലിം സിറ്റി തന്നെയാണ്. കാരണം ഒരു സിനിമ എങ്ങനെ ജനിക്കുന്നു, ഒരു സിനിമയിൽ എന്തൊക്കെ രീതിയിൽ അവർ നമ്മളെ ഒരു പാട്ടിൻ്റെ സീനിലായാലും ഒരു സ്റ്റണ്ടിൻ്റെ രീതിയിലായാലും പല കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ ഒരു സിനിമ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു രാമോജി ഫിലിം സിറ്റിയിലെ സിനിമ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള ഷോയും കാര്യങ്ങളും എല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ രാമോജി ഫിലിം സിറ്റിയിലെത്തി ഒരു സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും ഈ രാമോജി ഫിലിം സിറ്റിയിലെത്തിയാൽ നമുക്ക് മനസ്സിലാവും. അതെല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ആളുകളെ കൊണ്ടുപോകാനുള്ള ബസ്സുകളായിട്ട് ഇത്. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു രാമോജി ഫിലിം സിറ്റി മൊത്തം ഈ ബസ്സിൽ നമ്മൾ കൊണ്ടാക്കും. ഓരോരോ സിറ്റിയിൽ അവർ ഇറക്കിയിട്ട് അത് കാണിച്ച് വീണ്ടും വേറൊരു ബസ്സിൽ കയറും. അങ്ങനെ ഓരോ ആ ഭാഗം മൊത്തം അങ്ങനെ. ഇപ്പോൾ ഈടെ നമ്മൾ ഇറങ്ങി, ഇനിയിപ്പോൾ നമ്മൾ ഈടുന്ന് എന്താ കാണേണ്ടത് വെച്ചാൽ അതെല്ലാം കണ്ടിറങ്ങിയായി ശേഷം നമ്മൾ വീണ്ടും വേറൊരു ബസ് വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരു മാഷിൻ്റെ കൂടെ വന്നതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ ഇടവന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭാഗ്യമാണ് കേസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളായി ഒരു വണ്ടിയിൽ ഒറ്റക്കും നമ്മൾ ഒരിക്കലും പോകില്ല. അതുകൊണ്ടാണ് കേസ്. राइट साइड मतलब फोन 10 की स्पेशलिटी भी है। यार चले रहते जरा जल्दी शादी करने के लिए फोन 10 को 3 बार चक्कर मारो तो जल्दी शादी हो जाए। लेफ्ट साइड लाइट गार्डन, इसके अंदर ज्यादा ग्रुप मीटिंग के लिए, मैरिज पार्टी के लिए, अवार्ड फंक्शन के लिए ज्यादा जगह अंदर बस 2500 आदमी बैठने की जगह अंदर। कॉर्पोरेट इवेंट अवार्ड फंक्शन सेलिब्रेटिंग बट 2500 क्लाइमैक्स अंदर शूट किया शाहरुख खान। मूवी देखते हैं आप लोग? मैं टीवी सीरियल देखते हैं इसलिए। लेफ्ट साइड ऊपर रामोजी फिल्म सिटी हवा महल छोटा आवाज ज्यादा है। मतलब टूर कंप्लीट होने के बाद लास्ट फाइनल वहां ड्रॉप करेगा, बाद में आप लोग फोटो ले सकते हैं। लेफ्ट साइड राउंड गार्डन, सर्किल गार्डन, चरिश्मा गार्डन। शूटिंग टाइम पे हीरो हीरोइन ग्रुप सॉन्ग के लिए हीरोइन ही सेंटर में खड़ा के नो कलर साड़ी पहन के डांस करता, सेम फ्लावर्स से डेकोरेशन करता डायरेक्टर, कॉस्ट्यूम मैचिंग फ्लावर। For example, heroine shooting time group song, red saree with the red flowers, yellow flowers, white saree, white flowers. According to the director Cho, Hrithik Roshan, Chris 3 movie. कोई देखा मूवी? Yes. The with statue bomb blasting scene, ये हम केसर हो. And अगला right side the बड़ा बिल्डिंग, big building, the रजनीकांत चंद्रमुखी फिल्म लग बिल्डिंग। सूर्या फंक्शन सर में अमिताभ बच्चन सर का हवेली। अरुंधति स्टाइल पिक्चर में नेशनल स्टाइल कॉलेज। हम आगे बस के सामने सीधा स्टेज बिकॉज़ नाउ वी आर गोइंग दिस रोड शूटिंग रामचरण मगध बीना भवन का मंदिर गॉड ब्लेस टेंपल नो भगवान
शूटिंग टाइम डायरेक्ट का साथ में भगवान रहता है अंदर. शूटिंग कंप्लीट होने के बाद हीरोइन साथ में बाहर जाते हैं भगवान. चेन्नई एक्सप्रेस मूवी विनम्मा टेम्पल 300 स्टेप्स. And once again आपको लेफ्ट साइड देखिए, लेफ्ट हैंड साइड रेड कलर बिल्डिंग फतेहपुर सिगरी का बुलंद बुलंद है ना. 4 आदमी जाके एक बार जोर से धक्का मारे तो बिल्डिंग पूरा नीचे गिर जाएगा. और देखिए लंदन में बिल्डिंग गिर जाएगा शूटिंग पर्पस. एक और एक बिल्डिंग गुरुद्वारा गोल्डन टेंपल. गोल्डन सिटी में रहते हैं. काली बिल्डिंग फिल्म सिटी. फिल्म सिटी नो सिक्योरिटी. There's no. लेफ्ट साइड प्यार का निशान तो प्यार शुरू होता है ना. मुंबई टू आगरा, आगरा टू मुंबई ओनली 2 मिनट का रास्ता है. यहाँ पे शूटिंग किया पुष्पा 1. झुकेगा नहीं ये साला. जल्दा गैरेज फाइटिंग सीन. बट ऑल बिल्डिंग टोटल पूरा सेटिंग बिल्डिंग कारबोर्ड फ्लाईबोर्ड. पूरा बिल्डिंग सेटिंग बिल्डिंग कारबोर्ड फ्लाईबोर्ड सब बना के रख गए शूटिंग के लिए. बट ऑल बिल्डिंग सेटिंग बिल्डिंग का तो फ्लाईबोर्ड. दृश्यम 2 बिल्डिंग. And left side the top building, the VVIP conference hall, that is building original building. So North Indian का setting completed sir. Just now enter. Welcome to South Indian shopping mall. अगर आ गया. यहाँ भी शाहरुख खान दिलवाले मूवी चेन्नई एक्सप्रेस यहाँ पे शूट किया हियर ओनली. चेन्नई एक्सप्रेस मलयालम मूवी चाइना टाउन तमिल मूवी अरविंद मूवी कन्नड़ा मूवी फाइल 1. The left side open area पुष्पा 2 मूवी. पुष्पा 2. And for the right side, it will be Singham Return Police Station. Right side, Singham Return Police Station. शूटिंग टाइम पे मार्केट शॉपिंग मॉल दिखाने के लिए यहाँ पे शूटिंग होते हैं. मार्केटिंग शॉपिंग मॉल शूटिंग टाइम दिखाने मॉल सेंटर. लेफ्ट साइड येलो कलर बिल्डिंग चंद्रमुखी फिल्म डांस मास्टर का घर. और ये टोटल पूरा गांव का सेटिंग विलेज सेटिंग ग्रामम. शूटिंग टाइम रोड के ऊपर थोड़ा मट्टी डाल के गांव तरफ दिखाने के लिए यहाँ पे शूटिंग होता है. विलेज सेटिंग. बिल्डिंग फ्रंट एलिवेशन ऐश्वर्या राय मॉडल. बिल्डिंग बैक साइड कल्पना राय. आगे से ऐश्वर्या राय, पीछे से कल्पना राय. सो विदाउट करंट बिल 24 आवर्स फुल एसी. पीछे पूरा जंगल. रामोजी फिल्म सिटी, आधा फिल्म सिटी ओरिजिनल बिल्डिंग, आधा फिल्म सिटी सेटिंग बिल्डिंग. 100% बसु हेड ऑफिस. अपोजिट ग्रीन बिल्डिंग ईटीवी भारत, ईटीवी टेलीविजन न्यूज चैनल्स बिल्डिंग. ईटीवी 28 स्टेट का 13 लैंग्वेजेस. ईटीवी में सब प्रोग्राम यहाँ से प्रसारण होते हैं. हियर ओनली ईटीवी. लेफ्ट साइड दूर से फॉरेस्ट एरिया जंगल लोकेशन. देयर विल बी बाहुबली. शूटिंग टाइम डायरेक्टर ओनली बोर्ड चेंज. लाइक हैदराबाद से मुंबई जाने के 500 किलोमीटर दिखाएगा. हैदराबाद टू फ्रॉम विजयवाड़ा 300 किलोमीटर. एक बोर्ड लगाएगा दिस इज अ नेशनल हाईवे. शूटिंग टाइम ग्रुप सॉन्ग फाइटिंग सीन बाइक रेसिंग सीन के लिए हाईवे के ऊपर शूटिंग होता है. सर विंडो साइड चिल्ड्रन शुड बी केयरफुल. माय गॉड पहले पर फर्स्ट टाइम सेंट्रल जेल विजिट विदाउट क्राइम. वेलकम टू अंडमान सेंट्रल जेल. काला पानी बट गेट ओरिजिनल डोंट टच. राइट साइड फोटो वीडियो भी ले सकते सर. अभी जमाना का ट्रीटमेंट चल रहा है 2 साल से, अभी तक क्लियर नहीं. राइट साइड लेफ्ट साइड दोनों तरफ जेल के अंदर कैदी लोग रेडी है. जेल इनसाइड मूवी सीआईडी मूसा तमिल मूवी वसूल राजा एमबीबीएस पुष्पा 2 मूवी. ये सेंट्रल जेल का सेट. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ ആ ഒരു നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരാൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് കേൾക്കാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ വേറെ ഒരു കൊട്ടാരമായിട്ട് ഹൈദരാബാദിലെ വലിയൊരു കൊട്ടാരം ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവായിട്ടിരുന്ന് അവരെ ഗീതോപദേശം ചെയ്യുന്നതും അവിടെ അപ്പുറത്തും മന്ത്രിമാരും ഭടന്മാരെല്ലാം ഇരിക്കുന്നതും ഒക്കെ ആയിട്ടൊരു ചരിത്രം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ഭംഗിയില്ല ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളാ ഒരു കൊട്ടാരത്തിലേക്ക് ഉണർന്നെണീച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നില്ല ഇത് കാണുമ്പോൾ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു മാജിക്കൽ. നമുക്കിതെല്ലാം കാണുമ്പോൾ ഒറിജിനാലിറ്റി ആയിട്ട് തോന്നില്ല. ആ ഭഗവാന്റെ ആ കാലഘട്ടം ഭരണ കാലഘട്ടമൊക്കെ പണ്ടത്തെ രാജകൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടായിനി. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ടൂറെല്ലാം പോകുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ചിത്രങ്ങളാണ് പതിയുന്നത്. നമ്മൾ 4 ചുവരിനുള്ളിൽ നമ്മൾ അടുക്കളപ്പുറം മാത്രമേ ഉള്ളൂ ഓരോ വീട്ടമ്മമാർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട്. വലിയ പൈസയൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനത്തിൽ നിന്നും എല്ലാവരും ടൂർ പോകുന്നുണ്ട് വെക്കേഷൻ സമയങ്ങളെല്ലാം ആകുമ്പോൾ. അങ്ങനെയെല്ലാം പോകുമ്പോൾ നമുക്ക് കുറേ പൈസ ഒരുപാടൊന്നും ആവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും സൂക്ഷിച്ചൊക്കെ പൈസ സൂക്ഷിച്ചെല്ലാം വെച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന എൻ്റെ ഒരു അഭിപ്രായം.
അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു ഇത് കണ്ട് നമ്മൾ ഇറങ്ങി. ഇത് കണ്ടിറങ്ങി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ലൊക്കേഷൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത് രാമോജി ഫിലിം സിറ്റിയിലല്ലേ ഗൈസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഒരുപാടുണ്ട്, 3000 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടിറങ്ങണമെങ്കിൽ നമ്മൾ ഈ ഹൈദരാബാദ് സിറ്റിയിൽ ഫുൾ ടൈമാണ് കേട്ടോ. ഇന്ന് മൊത്തം ഫുൾ ടൈം, ലാസ്റ്റ് ഡേ ആണ് ഇത്. ഫുൾ ടൈം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങും. ഇപ്പോൾ ഈ ട്രെയിൻ കണ്ടോ, ഇത് വെറും ഫേക്കാണ്. ഈ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഒറിജിനാലിറ്റി ട്രെയിനിലിരിക്കുന്ന ഒരു ഫീലിംഗ് കാണിക്കും ഈ സിനിമാ നടന്മാരൊക്കെ കണ്ടോ. ഇതൊരു അതാ കാണിച്ചിരുന്നത്, അവരെ ഒറിജിനൽ ട്രെയിൻ അല്ല ഇത്. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ അവരിരുന്നിട്ട് ട്രെയിൻ പോകുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനും കണ്ടോ. ഒരു ഇത് കാണുന്നവർ ചോദിക്കും റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനല്ല, സിനിമാ നടന്മാരെ ഡ്യൂപ്പ് റെയിൽവേ സ്റ്റേഷൻ ആണ്. അപ്പോൾ അത് കണ്ടിറങ്ങി നമ്മൾ നേരെ വേറൊരു ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നത്. മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത് കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ്. അപ്പോൾ ഒരു വിദേശത്തെത്തിയ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബസ് കാണാനും ഭംഗിയില്ലേ. അപ്പോൾ ഈ ബസ്സിൽ കയറിയ ഓരോരാളും ഓരോ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കയറിയ ബസ്സിലുള്ളവർ സംസാരിക്കുന്ന ആ ഒരു സുഖം കിട്ടിയിട്ട. അത് കഴിഞ്ഞ ശേഷം നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലെ പ്രധാനപ്പെട്ട ഗേറ്റ് തുറന്നു ഗൈസ്. ആടെ പോയി നിൽക്കാൻ ഫോട്ടോ എടുക്കാം. കൊട്ട് കൊട്ട് കൊട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മൾ ബാഹുബലി ഷൂട്ടിംഗ് എല്ലാം നടന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു സ്ഥലത്തിലേക്ക് എത്തിയത്. നമ്മളെ ദേവസേന, ശിവഗാമി, നമ്മളെ ബാഹുബലി, കട്ടപ്പ, പൾവാദേവൻ, അങ്ങനെ ഒരുപാട് നമ്മളെ സിനിമ അഭിനേത്രികൾ അഭിനയിച്ച ആ ഒരു അടിപൊളി സ്ഥലം കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും നമ്മളെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതില്ല, അതിൻ്റെ മേലെ അമ്പൂട്ടം കയറിയിരുന്നു. അതിനുശേഷം അവർ ആ ഷൂട്ടിങ് അടുത്തുനിന്ന് പാട്ട് സീൻ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ നടന്ന് ഒരു ഇതാക്കി. കാരണം നമ്മളെ ഇനി വരില്ലല്ലോ എന്തായാലും, ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ വരുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു കണ്ണനോട് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല ഗൈസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലമെല്ലാം കാണാൻ വേണ്ടിയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി. ഈ ഒരു സ്ഥലം നമ്മൾ ഈ എന്താ പറയേണ്ട ഈ ഓരോരോ ബുക്സ്, നോവല് അങ്ങനെയുള്ള എല്ലാം എഴുതി വരച്ച് വെച്ചോലില്ലേ, ഇവർ സിനിമ സെറ്റിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഇത്. അപ്പോൾ ഇതിലെ കൂടെ ആ ഒരു പൂമരവും എല്ലാം ആയിട്ട് കാണുമ്പോൾ തന്നെ കണ്ണിന് എത്ര അഴകാണ്. അവർ പാട്ട് സീനിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഡൂപ്പ് വിമാനത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ കയറിയത്. ഇവർ ഈ സിനിമാ നടന്മാർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് വിമാനം പോകുന്ന പോലെല്ലാം കാണിക്കുക. അപ്പോൾ വേറെ അവർ എഡിറ്റ് ചെയ്യുന്ന ഒറിജിനൽ വിമാനം പോകുന്നതായിട്ടും ഇവർ ഡൂപ്പ് വിമാനത്തിൽ ഇരിക്കുന്നതായിട്ടും എഡിറ്റ് ചെയ്യുന്നതാണ്. ഇത് അവർ ഒറിജിനൽ വിമാനമല്ല, ഡൂപ്പ് വിമാനമാണ്. ഇതിൽ കയറിയിരുന്നിട്ടാണ് ഈ സിനിമാ നടന്മാർ നമ്മളെ കബളിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിറങ്ങി നമ്മൾ വേറൊരു ബസ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നമ്മൾ പിന്നെ ഒരു ഗാർഡനിലേക്ക് പോകുന്നത്, ഒരു മൈസൂർ ഗാർഡൻ്റെ ആ ഒരു അതേ രീതിയിലുള്ളൊരു ഗാർഡനിലേക്ക് പോയിന്ന്. ആ ഗാർഡൻ അടിപൊളിയായിട്ട് തോന്നി. വെയിലായതുകൊണ്ട് കഴിച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഫുഡ് കഴിക്കാൻ പോയതു. ഫുഡ് നമ്മൾ കഴിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ഒരു രാത്രി 1:30-2 മണിയെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാനെന്തല്ലോ കളിക്കുന്നു പിള്ളേരെ മാതിരി അതിൻ്റെ മേലെ കയറി താലിയൊക്കെ ഓടുന്നു. ഒന്നും പറയേണ്ട കേസ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കിത് എന്താ പറയുക, 10 വർഷമായി ഭക്ഷണം കിട്ടാത്ത ആൾ ജീവിച്ചിരിക്കില്ല. എന്നാലും ആ ഒരു ആക്രാന്തം കളി പോലെയാണ്. ഈ ലോകമൊന്നും കാണാത്തൊരവസ്ഥയാണ്. അമ്പുട്ടനാണെങ്കിൽ അവിടെ നിൽക്കണം എന്നില്ല വാശി. ഏട്ടൻ്റെ കൈശം തന്നെ അമ്പുട്ടൻ പാവ. ഏട്ടൻ്റെ അമ്മോ ഏട്ടനില്ല, കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജപ്പാൻ ഗാർഡനിലേക്ക് പോയിന്. ആ ഒരു ഭാഗം ജപ്പാൻ്റെതായ ഒരു ശൈലിയിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും വെള്ളവും അവർ ആ ഒരു ശൈലിയിലുള്ള പണിതൊരുക്കിയ ഒരു ഭംഗിയുള്ള ഒരു ഏരിയ. അപ്പോൾ അതിലെ കൂടെയെല്ലാം നടന്ന് ആക്കി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ഗാർഡ് സെറ്റാക്കിയതും ആ ഒരു കരിങ്കല്ല് പോലത്തെ ആ ഒരു സ്ഥലവും എൻ്റെ ഗൈസ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കണ്ടുപോകുന്നു. ആ ഒരു വെള്ളത്തിനുള്ളിൽ മീനെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കാണുന്ന വെള്ളത്തിനുള്ളിൽ മീനെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനില്ലേ കൂടെ എല്ലാം നടക്കുന്നു. നമ്മൾ ഹൈദരാബാദ് ഗാർഡൻ സിറ്റി ഇല്ലേ, അവിടെ വന്നിട്ടുള്ളത്.
ജപ്പാൻ ഗാർഡൻ. ഭയങ്കര സൂപ്പർ സ്ഥലമാണ് ഗൈസ്. ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. എന്താ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന സൂപ്പർ ലൊക്കേഷനിലുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഗൈസ് ഇത്. ഈ സ്ഥലം കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കൗശിക്കേ അത്ര ഭംഗിയുള്ളൊരു അടിപൊളി സ്ഥലമാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് എന്തായാലും വന്ന് കാണണം. ജപ്പാനീസ് മോഡലിംഗ് ആയ അടിപൊളി ഒരു ഗാർഡൻ സെറ്റിങ്സാണ് ഇവരുണ്ടാക്കിയത്. ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, അത്ര അടിപൊളി സ്ഥലമാണ്. ഇതിന് ഞാൻ പറഞ്ഞ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ച് പറയാം, നിങ്ങൾ തന്നെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വന്ന് കണ്ടേ മതിയാവുള്ളൂ സ്ഥലം. അത്ര ഭംഗിയുള്ള സ്ഥലം. ഹൈദരാബാദ് നമ്മുടെ മൈസൂർ ഗാർഡനില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡലിങ്ങിലെ ഒരു പവറാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് കാണണം. അപ്പോൾ എനിക്ക് ഇത്രയും പറയാൻ രാജാ ഗൈസ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കാലത്തെ അല്ല പറയുന്നില്ലേ, അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയേണ്ട സ്വപ്നങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്ര മനോഹരമല്ല ആ ഒരു കരിങ്കല്ലിൻ്റെ ആ ഒരു ഭംഗിയിലും കണ്ടില്ലേ, നല്ല ഒരു രസമല്ലേ ഇത്. ഒരുപാട് ആൾ വന്നിട്ടുണ്ടാവും, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്ര ഒരു ഭാവനയെന്നല്ല ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്തോ ഭാഗ്യം നമ്മളിവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. എന്തായാലും ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരിക, വന്ന് കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേ കൂടെ നമ്മൾ ഒരുപാട് നടന്ന് ഫോട്ടോയിലെടുക്കാൻ. കണ്ണനാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. അവനോട് പറഞ്ഞിട്ട് അവനോ ഇങ്ങനെ എടുത്ത് ഓരോ വീഡിയോസും കാര്യങ്ങൾ. യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയപ്പം എനിക്കിങ്ങനെ ഒരു ഫോട്ടോസും അതുപോലെ ഇതുപോലത്തെ ഗാലറിയൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് വീഡിയോസ്. അപ്പോൾ ഇതിലെടുക്കുന്നത് തന്നെ. അപ്പോൾ വീഡിയോസ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ തോന്നില്ല. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഗാർഡനെല്ലാം കണ്ട് കയറിയത് ഒരു വലിയൊരു തിയേറ്റർ പോലത്തെ ഒരു സ്ഥലത്താണ്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ല അതുപോലെ ഈ സിനിമ ചെയ്യുന്നവർ ഈ ലൈറ്റ് കൊണ്ടുള്ള ചെയ്യുന്ന ആ ഒരു മാജിക്കിൽ അത് കഴിഞ്ഞിട്ട് കാണുന്നത് പിന്നെ ഓരോ ഡാൻസും കാര്യങ്ങളെല്ലാം. ഒരു സിനിമ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇന്നത്തെ ദിവസം വന്നു വെച്ചാൽ ആ ലാസ്റ്റ് ഡേ മൊത്തം നമ്മൾ ഫിലിം സിറ്റിയിൽ തന്നെയാണ് ചിലവാക്കുന്നത്, രാവിലെ മുതൽ രാത്രി വരെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കാന്നുള്ള ഒരു രീതിയിലാട്ടോ. അപ്പോൾ അവരാ ചെയ്യുന്ന ഡാൻസും കാര്യങ്ങളും എന്ത് ഭംഗിയാണെന്നല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിനിമാ നടന്മാരെ ഒരുപാട് പ്രാക്ടീസ് കൊടുക്കുന്നവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് ഡാൻസ് കാര്യങ്ങളും സ്റ്റണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരാണ് ശരിക്കും മഹാന്മാർ. സിനിമാ നടന്മാർ ആക്ടിങ് മാത്രം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അവർ അവരുടേതായ രീതിയിൽ ആക്ടിങ് എന്ന് വെച്ചാൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നവർ ഇവർ തന്നെയാണ്. അപ്പോൾ ആ ഡാൻസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഡാൻസ്, നിങ്ങൾ കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു വലിയൊരു സ്റ്റണ്ടിങ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയത്. സിനിമ സ്റ്റണ്ടിങ്ങിൽ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു നമ്മളെ കാണിച്ചിരുന്നു. ഒറിജിനാലിറ്റി നമ്മൾ സ്റ്റണ്ടായിട്ട് തന്നെ തോന്നും. ആ ഒരു ഗണ്ണും കൊണ്ട് നമ്മൾ വെടി പൊട്ടിക്കുന്നതൊക്കെ ഒറിജിനാലിറ്റി സൗണ്ടും കാര്യങ്ങളും വരും. അവരുടേതായ എന്തൊക്കെയോ ആ ഒരു തോക്കിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊന്ന് പൊട്ടുന്ന ഒറിജിനൽ വെടിയുണ്ട് എല്ലാ കൈസ് അതിങ്ങനെ പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഞാൻ എന്തൊക്കെയാണ് ഇവള് പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ശൈലിയിൽ പറയുന്നതാണ് ഗൈസ്. എന്നോട് ആർക്കും ദേഷ്യം തോന്നില്ലേ, സംസാരിച്ച് മുഷിപ്പിച്ച് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാട്ടോ. ഇതെന്നോട് ചീത്തയൊന്നും പറയല്ലേ കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മുഷിച്ചിലാണെങ്കിൽ അത് എന്നോട് കമൻറ്റിലൂടെ സംസാരിച്ചാൽ ഞാനത് രീതിയിൽ ഇനി അടുത്ത വീഡിയോസിലൊക്കെ പരമാവധി കുറക്കാം. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ കേസ് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേസ് ഞാനിതിങ്ങനെ പറയുന്നത്. പിന്നെ ടൂർ പോകാത്തവരെക്കുറിച്ചും പോകുന്നവരെക്കുറിച്ചിട്ട് പറയാൻ കാരണം നമ്മൾ ടൂറെല്ലാം പോയാലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെന്നത് ഞാനിങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.